തന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രസ്സ് യൂണിറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റോർ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഗ്ലാസും വെള്ളമൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ബബ്ലൂസിൻ്റെ PTA മീറ്റിംഗ് ആണിന്ന്. ഇത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റോറിൽ തന്നെയുള്ള ഡ്രസ്സ് ആണ് കേട്ടോ, അതായത് ഔട്ട്ഫിറ്റാണ്. അപ്പം നമ്മൾ PTA മീറ്റിങ്ങിന് ഇറങ്ങാണ്. പിന്നെ നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ആയിരിക്കും സ്റ്റൈലാക്കാൻ വേണ്ടി ഇരിക്കണത്. പക്ഷെ അല്ല, എനിക്ക് മൈഗ്രെയിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ലൈറ്റ് അടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബബ്ലൂസിൻ്റെ സ്കൂളിൽ. ഞങ്ങൾ ചെന്നപ്പോൾ മീറ്റിംഗ് തുടങ്ങിപ്പോയിരുന്നു. നമ്മൾ ആസ് യൂഷ്വൽ ലേറ്റ് ആണല്ലോ. അങ്ങനെ ഇതാണ് ബബ്ലൂസിൻ്റെ ഫയൽ കേട്ടോ, അതായത് ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും സജഷൻസൊക്കെ അവർ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു. ബബ്ലു ക്ലാസ്സിലായതുകൊണ്ട് അവനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഒരു 2:30 ആകുമ്പോൾ പിന്നെയും ക്ലാസ് വിടും. അപ്പോൾ നമുക്ക് പിന്നെയും വന്നിട്ട് കൂട്ടണം. നല്ല വെയിലായിരുന്നു. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ഇപ്പം നമുക്ക് ബുൾസൈ ആക്കി എടുക്കാം. അത്രയ്ക്ക് വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2:30 ആയ സമയത്ത് നമ്മൾ പിന്നെ റെഡിയായി. മനീഷേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ടായതുകൊണ്ട് ഞാനാണ് കേട്ടോ ബബ്ലുവിനെ കൂട്ടാൻ പോകുന്നത്. ഞാനും പിന്നെ എൻ്റെ ബ്രദർ ഉണ്ട് കേട്ടോ കൂടെ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ബബ്ലൂസിനെ കൂട്ടാൻ പോകുന്നത്. ഇത് അവിടെ നിന്ന് കൂട്ടി. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കേട്ടോ കൂട്ടാൻ വേണ്ടി പോകാറുള്ളത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ ബ്രദറിനും കൂടി കണ്ടപ്പോൾ കളിക്കാലോ എന്നുള്ള മൂഡിലായിരുന്നു. പിന്നെ ഇതാ നമ്മൾ തിരിച്ചെത്തി. പിന്നെ ആളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാമ്പിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ പ്രത്യേക ടേസ്റ്റുള്ള കുട്ടികൾ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.